പരിക്കേറ്റവർക്ക് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായം ഇനിയും നൽകിയില്ല. മണ്ണിടിച്ചിലിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന 9 പേർക്ക് 2 ലക്ഷം രൂപ വീതമാണ് ധനസഹായം പ്രഖ്യാപിച്ചത്. ഇതിനു പുറമെ 2.5 ലക്ഷം രൂപ വീതം പരിക്കേറ്റവർക്ക് നഷ്ടപരിഹാരം നൽകാൻ കരാർ കമ്പനിയായ ദിലീപ് ബിൽഡ്കോണിനോട് സർക്കാർ നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ ഇതുവരെയും ധനസഹായം ലഭിച്ചിട്ടില്ല. അപകടത്തിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട തോട്ടം തൊഴിലാളിയായ കുടമാൾ ഇപ്പോഴും ചികിത്സയിലാണ്. ആരെങ്കിലും ഏതെങ്കിലും അധികൃതർ എന്തെങ്കിലും ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്നോ? ഇല്ല ഇതും പറഞ്ഞിട്ടില്ല. ഇതുവരെ നമുക്ക് അങ്ങനെ വന്നിട്ടില്ല. ധനസഹായത്തെ പറ്റി എന്തെങ്കിലും ഇല്ല ആരും പറഞ്ഞിട്ടില്ല, ആരും സംസാരിച്ചിട്ടില്ല. ഇപ്പോഴും ചികിത്സയിലാണല്ലേ? കൈക്കാണ് പറ്റിയത്. അപകടത്തിലെ ശേഷം ജോലിക്കൊന്നും പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. ജോലിക്ക് പോകാൻ പറ്റില്ല, രണ്ടാളും പോയിട്ടില്ല. വയനാട് നിന്ന് ലിൻഡോ തോമസ് തത്സമയം നമുക്കിപ്പം വിവരങ്ങളുമായി ചേർന്നു. ലിൻഡോ, ഗുഡ് മോർണിംഗ് ലിൻഡോ. എന്താണ് ഈ സർക്കാർ പ്രഖ്യാപിച്ച സഹായധനം ഇവരുടെ കയ്യിലേക്ക് എത്താനുള്ള കാലതാമസത്തിനുള്ള കാരണം? ഗുഡ് മോർണിംഗ് സേതു. ജൂലൈ മാസം 7-ാം തീയതിയാണ് വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ ദുരന്തമുണ്ടാകുന്നത്. ദുരന്തത്തിൽ 8 പേർ മരണപ്പെടുകയും 9 പേർ ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാർ ധനസഹായം പ്രഖ്യാപിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്നും മരണപ്പെട്ട 8 പേരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ വീതവും ഈ ചികിത്സ തേടിയ അപകടത്തിൽ പരിക്കേറ്റ 9 പേർക്ക് 2 ലക്ഷം രൂപയുമാണ് ധനസഹായം പ്രഖ്യാപിച്ചത്. കൂടാതെ ഈ തുരങ്ക നിർമ്മാണ കരാർ കമ്പനിയായിട്ടുള്ള ദിലീപ് ബിൽഡ്കോൺ കമ്പനിയോട് 2.5 ലക്ഷം രൂപ വീതം ഈ 9 പേരിൽ 7 പേർക്ക് നൽകാൻ നിർദ്ദേശിച്ചതായി അന്ന് മന്ത്രി ടി സിദ്ദീഖ് അറിയിച്ചിരുന്നു. ഇതിൽ 2 പേർ ICUവിൽ പ്രവേശിച്ച കൂടുതൽ ഗുരുതരമായി പരിക്കേറ്റ ആളുകൾക്ക് 2 ലക്ഷത്തിൽ കൂടുതൽ പൈസയും ധനസഹായം നൽകാൻ നിർദ്ദേശിച്ചതായി ആണ് അന്ന് മന്ത്രി പറഞ്ഞത്. എന്നാൽ ഈ ധനസഹായങ്ങളൊന്നും ഇവർക്ക് ഇതുവരെയും ലഭ്യമായിട്ടില്ല എന്നാണ് ഇവരിൽ നിന്ന് തന്നെ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ഇതുമായി ബന്ധപ്പെട്ട് ദുരന്ത നിവാരണ അതോറിറ്റിയോട് സംസാരിച്ചപ്പോൾ ഇതിൻ്റെ നടപടിക്രമങ്ങൾ നടന്നു വരികയാണ് എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ കണ്ടത് കുടമാൾ ഈ അപകടത്തിൽ വളരെ തലനാരിഴയ്ക്ക് അത്ഭുതകരമായി രക്ഷപ്പെട്ട ആളാണ്. ഈ കുടമാളും ഭർത്താവും നമ്മൾ അന്ന് CCTV ദൃശ്യങ്ങളിലൊക്കെ കണ്ടിരുന്നു. ഈ കൃത്യമായി കണ്ടതാണ് ഈ ദമ്പതികൾ ഈ വണ്ടിയിൽ അടിയിൽപ്പെടുന്നതും മണ്ണിൽ നിന്നും ഭർത്താവ് കുടമാളിനെ എഴുന്നേൽപ്പിക്കുന്നതൊക്കെ. ഇവർ ഒരു സാധാരണ തോട്ടം തൊഴിലാളി കൂടിയാണ്. ഇവർക്ക് ദൈനംദിന കാര്യങ്ങൾ നടന്നു പോകുന്നത് അവർ സ്ഥിരമായി തോട്ടത്തിൽ ജോലിക്ക് പോകുന്നതിൻ്റെ ഭാഗമാണ്. എന്നാൽ ഇപ്പോൾ ഇവർക്ക് ഈ കുടമാളിന് ഈ അപകടത്തിൽ പരിക്കേറ്റ് അവരുടെ കയ്യിൽ കാര്യമായ പരിക്കേറ്റിട്ടുണ്ട്. ഇപ്പോഴും അതിൻ്റെ ചികിത്സ തുടരുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ധനസഹായം ഇവർക്ക് അടിയന്തരമായി ലഭിക്കണം എന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് എന്തായാലും അധികൃതർ ഇതുവരെയും ധനസഹായവുമായി ബന്ധപ്പെട്ട് യാതൊരു അറിയിച്ചിട്ടില്ല എന്നാണ് ഇവർ അറിയിക്കുന്നത്. സേതു, ശരി. ലിൻഡോ ആണ് വിവരങ്ങൾ. ലിൻഡോ, അതിൻ്റെ കൂടെ വയനാട്ടിൽ മഴയുണ്ടോ? വയനാട്ടിൽ കാര്യമായ മഴ പറയാനാകില്ലെങ്കിലും സാധാരണ രീതിയിലുള്ള മഴ ഇപ്പോൾ അനുഭവപ്പെടുന്നുണ്ട്. എന്നാൽ വലിയ ശക്തമായ മഴ നിലവിൽ അനുഭവപ്പെടുന്നില്ല. സേതു. ഓക്കെ ലിൻഡോ, ശരി.